മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയപാത നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്ത കമ്പനിയായ KNRLന്റെ മലപ്പുറം കോഹിനൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. റോഡ് തകർന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ നിയോഗിച്ച വിദഗ്ധ സംഘം കൂരിയാട് ഇന്ന് സന്ദർശിക്കും. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. കൊഹിനൂരിലെ KNRLന്റെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിന് വഴിവെച്ചു. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പ്രവർത്തകരെ ബലമായി അറസ്റ്റ് ചെയ്തു നീക്കി. മഴയ്ക്ക് മുൻപ് ദേശീയപാതയുടെ ഗുണനിലവാരം പരിശോധിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 2 ദിവസമായി നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുകയാണ്. ഇങ്ങനെ നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇതിന്റെ ഗുണനിലവാരത്തിലുണ്ടായ അപാകതയാണ് എന്നുള്ളതിൽ യൂത്ത് കോൺഗ്രസിന് ഒരു സംശയവുമില്ല. അതേസമയം നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ പലയിടങ്ങളിലും കേടുപാടുകൾ കണ്ടെത്തുന്നുണ്ട്. എടരിക്കോട് മമ്മാലിപ്പടിയിൽ മേൽപ്പാലപാതയിൽ ടാറിങ്ങിൽ വിള്ളൽ കണ്ടെത്തി. അധികൃതർ ഇത് ഏറെ വൈകാതെ പരിഹരിക്കുകയും ചെയ്തു. കുരിയാട് സർവീസ് റോഡ് തകർന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള വിദഗ്ധ സംഘം ഇന്ന് എത്തിച്ചേരും. ഇവർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ സ്വീകരിക്കുക. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡും ദേശീയപാതയിൽ വിള്ളൽ. മാവുങ്കാലിന് സമീപം കല്യാൺ റോഡിലാണ് 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ കണ്ടത്. കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്തായി സർവീസ് റോഡ് ഇടിഞ്ഞ് താണിരുന്നു. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കല്യാൺ റോഡ് ക്രൈസ്റ്റ് സ്കൂളിന് സമീപത്തായാണ് 53 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലും വിള്ളൽ കണ്ടെത്തിയത്. ഇന്നലെ ഇതിന് സമീപത്തായി സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നിരുന്നു. കനത്ത മഴയിലാണ് ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ടത്. അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ ജില്ലാ കലക്ടർ സന്ദർശിച്ചു. ദേശീയപാത പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ചെറുവത്തൂർ മട്ലായിക്കുന്ന്, വീരമലക്കുന്ന്, ചെങ്കള എന്നിവിടങ്ങളിലും അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇവിടെ പാർശ്വഭിത്തി സംരക്ഷണം ഉറപ്പുവരുത്തി കുന്നിടിച്ചൽ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്കും നിർമ്മാണ കരാർ കമ്പനികൾക്കും ഇതിനകം നിർദ്ദേശം നൽകി. ഇതിനു പുറമെ ജില്ലാ കലക്ടർ നിയോഗിച്ച ഡെപ്യൂട്ടി കലക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിൽ വിശദമായി പരിശോധന നടത്തി. കാലവർഷവുമായി ബന്ധപ്പെട്ട് ഹൈവേയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട പ്രവർത്തനങ്ങളുടെ കണ്ടിൻജൻസി പ്ലാൻ തയ്യാറാക്കാനും തീരുമാനിച്ചു. ദുരന്ത സാധ്യത തടയാൻ അടിയന്തര നിർമ്മാണം നടത്തേണ്ട മേഖലകൾ, കാലവർഷത്തിൽ വെള്ളക്കെട്ടുണ്ടാക്കാനിടയുള്ള പ്രദേശങ്ങൾ, ദുരന്ത സാഹചര്യങ്ങൾ തടയാനുള്ള നടപടികൾ, ഗതാഗതം തിരിച്ചുവിടേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട നടപടികൾ, അപകട ഭീഷണിയുള്ള കുടുംബങ്ങളെ മാറ്റി താമസിക്കുന്നതിനുള്ള നടപടികൾ, സൂചനാ ബോർഡുകൾ, ക്യാമ്പുകൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും കണ്ടിൻജൻസി പ്ലാൻ. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറത്തിന് പുറമെ കണ്ണൂരിലും തൃശൂരും പ്രതിഷേധം ശക്തമാണ്. കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നാട്ടുകാർ ഉപരോധിച്ചു. കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ നിന്ന് ചെളിയും മണ്ണും സമീപത്തെ റോഡിലേക്കും വീടുകളിലേക്കും ഒഴുകിയെത്തിയിരുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ചെളിയും മണ്ണും ഒഴുകിയെത്താൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്തെ മേൽപ്പാലത്തിന് മുകളിൽ വിള്ളൽ വീണതിലായിരുന്നു തൃശൂർ ചാവക്കാടാണ് വിള്ളൽ കണ്ടെത്തിയത്. ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ സ്ഥലത്തെത്തി ടാറിട്ട് വിള്ളൽ അടയ്ക്കുകയായിരുന്നു. ദേശീയപാത അതോറിറ്റിയോടും അധികൃതരോടും ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ചവറപ്പാലത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു. ദേശീയപാത നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരുന്ന തൊഴിലാളികൾ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മണ്ണ് അടർന്നു മാറിയ സ്ഥലത്ത് വലിയ കോൺക്രീറ്റ് ബീം സ്ഥാപിച്ച് ഒരു ഭാഗത്തൂടി മാത്രം വാഹനങ്ങൾ കടത്തിവിട്ടു. ദേശീയപാത അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ തകർന്നു വീണ ഭാഗത്ത് കോൺക്രീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് ഉണ്ടായി. LDF സർക്കാരിന്റെ വികസന നേട്ടം എന്നാണ് ഇതുവരെ ദേശീയപാത നിർമ്മാണം കൊട്ടിഘോഷിച്ചത്. എന്നാൽ ഇപ്പോൾ റോഡുകൾ ഇടിയുന്നത് പതിവായതോടെ ഉത്തരവാദിത്തം ആർക്കെന്നതാണ് ചർച്ച. മുഖ്യമന്ത്രിയുടെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ഫ്ലക്സ് വെച്ചവർ ഇപ്പോൾ കേന്ദ്രത്തിന്റെ തലയിൽ വെച്ച് കൈകഴുകുകയാണ്.
മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിന് പിന്നാലെ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് നേതാവ് VT ബൽറാമാണ് LDF അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടുന്ന വിഷയത്തിൽ ആദ്യ വെടി പൊട്ടിച്ചത്. മറന്നുപോകരുത്, നേരത്തെ പാലം തകർന്നത് കൂളിമാട്, ഇപ്പോൾ റോഡ് മൊത്തം തകർന്നത് കൂരിയാട്. ഇതാണ് ബൽറാമിന്റെ പരിഹാസം. റോഡ് നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് മുഖ്യമന്ത്രി കൈകഴുകിയതിനുമുണ്ട് ട്രോൾ. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പഴയ നിലപാടാണ് ആയുധം. പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാനം നടത്തുന്നതല്ല, സംസ്ഥാനത്തിനല്ല അതിന്റെ ഉത്തരവാദിത്വം. സംസ്ഥാനത്തിന് പ്രവൃത്തി നടത്താനുള്ള യാതൊരു ചുമതലയുമില്ല. എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയാണ്. സംസ്ഥാന സർക്കാരിന്റെ എഞ്ചിനീയർമാർക്കോ സർക്കാരിനോ ഇതിലൊരു ചുമതലയുമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ടീമായി സൈറ്റുകളിൽ പോയി. ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത് സൈറ്റുകളിൽ പോയി സൈറ്റുകളിലെ പ്രശ്നം അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നതൊക്കെ വിഷയത്തിൽ എതിർത്തും അനുകൂലിച്ചും പോസ്റ്റുകൾ നിറയുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാവ് ഇത്തരം പോസ്റ്റുകൾ ഇടുന്നതിന് മുൻപ് ഗൃഹപാഠം ചെയ്യണമെന്നും പോസ്റ്റ് ബാലിശമാണെന്നുമായിരുന്നു ബൽറാമിന്റെ പോസ്റ്റിനെതിരെ പ്രവാസി മലയാളി സജി മാർക്കോസിന്റെ വിമർശനം. റോഡ് നിർമ്മിച്ച KNR കൺസ്ട്രക്ഷന്റെ ട്രാക്ക് റെക്കോർഡും സജി മാർക്കോസ് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ദേശീയപാത അതോറിറ്റിക്കാണ് പ്രാഥമിക ഉത്തരവാദിത്തമെങ്കിലും കേരള PWDയുടെ NH ഡിവിഷന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്നവരുമുണ്ട്. ദേശീയപാത വികസനത്തിന് ഏറ്റവും കൂടുതൽ തുക നൽകിയത് പിണറായി സർക്കാരാണെന്നും ഭൂമി ഏറ്റെടുത്ത് നൽകിയതൊഴിച്ചാൽ നിർമ്മാണത്തിൽ പങ്കില്ലെന്ന വാദമാണ് ഇപ്പോൾ ഇടതനുകൂലികൾ പറയുന്നത്. എങ്കിൽ പിന്നെ ദേശീയപാതയുടെ പേരിൽ ഫ്ലക്സ് എന്തിനായിരുന്നു? അവരെ ആരെയും ഇപ്പോൾ കാണാനില്ല എന്നാണ് ഇതിനുള്ള മറുപടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തലസ്ഥാന നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ ക്രെഡിറ്റ് ആർക്കെന്നതിലും CPM മന്ത്രിമാർക്കിടയിൽ തർക്കം. തദ്ദേശ വകുപ്പിന്റെ പദ്ധതിയുടെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രി തട്ടിയെടുത്തെന്നാണ് പരാതി. തദ്ദേശ മന്ത്രി MB രാജേഷിന്റെ പരാതിയെ തുടർന്നായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്മാറ്റം. എന്നാൽ അനാരോഗ്യം കാരണമാണ് മുഖ്യമന്ത്രി വരാത്തതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. മാസങ്ങളോളം തലസ്ഥാനവാസികളെ ബുദ്ധിമുട്ടിച്ചെങ്കിലും തലസ്ഥാനത്തെ റോഡുകൾ ഇപ്പോൾ മികച്ച നിലവാരത്തിലാണ്. എന്നാൽ ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നതിനെ ചൊല്ലിയാണ് രണ്ട് വകുപ്പുകൾ തമ്മിൽ തർക്കം. കേന്ദ്രത്തിന്റെ സഹായത്തോടെ നടപ്പാക്കിയ പദ്ധതിയിൽ തദ്ദേശ വകുപ്പാണ് കൂടുതൽ പണം ചെലവഴിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ വിഹിതവും ഉണ്ടായിരുന്നു. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല മാത്രമായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡ് ഫണ്ട് ബോർഡിന്. എന്നാൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തലസ്ഥാനത്തിരുന്ന ഫ്ലക്സുകളിലും പത്രപരസ്യങ്ങളിലും നിറഞ്ഞു നിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും. തദ്ദേശ മന്ത്രി MB രാജേഷിനെയും മേയർ ആര്യ രാജേന്ദ്രനെയും ഒഴിവാക്കി. ഇതിലുള്ള അതൃപ്തി മുഖ്യമന്ത്രി നേരിൽ കണ്ട് MB രാജേഷ് അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്മാറിയത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നു എന്നായിരുന്നു വിശദീകരണം. എന്നാൽ അടുത്ത ദിവസം രാവിലെ പ്രൊഫഷണലുകളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 1.5 മണിക്കൂറിലേറെ മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മന്ത്രി V ശിവൻകുട്ടി റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുത്തു. സ്മാർട്ട് റോഡുകളെ ചൊല്ലി CPMൽ തർക്കമുണ്ടാകുന്നത് ഇതാദ്യമല്ല. ജനങ്ങളെ ദുരിതത്തിലാക്കി റോഡ് നിർമ്മാണം വൈകുന്നതിൽ CPM MLA കടകംപള്ളി സുരേന്ദ്രൻ പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറഞ്ഞതോടെ ഭിന്നത മറനീക്കി. അന്ന് എതിർത്ത കടകംപള്ളി സുരേന്ദ്രനെയും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയെന്നതും ശ്രദ്ധേയം. പ്രതിപക്ഷം സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് കേന്ദ്ര പ്രതിനിധികളെ ഒഴിവാക്കിയതിൽ BJPയും പ്രതിഷേധിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം മൂഴിക്കുളത്ത് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ കുഞ്ഞിന്റെ അച്ഛൻ സുഭാഷിന്റെ അമ്മ 10 വയസ്സുള്ള മകൻ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതി സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, കുഞ്ഞിനെ എന്തിനു കൊന്നു എന്ന കാര്യത്തിൽ പോലീസിന് ഇനിയും വ്യക്തത വന്നിട്ടില്ലല്ലോ.
മഞ്ജുഷ, അതായത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള സമയമാണ് പോലീസിന് സന്ധ്യയെ ചോദ്യം ചെയ്യാൻ കിട്ടുന്നത്. ആ സമയത്തൊക്കെ സന്ധ്യ എന്തിന് ആണ് ഈ കല്യാണിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നില്ല. അതേസമയം സന്ധ്യ ചോദ്യം ചെയ്യുന്നതിനോട് സഹകരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലീസിനായിട്ടില്ല എന്ന് തന്നെയാണ് SP കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ഇന്നലെ സന്ധ്യയെ റിമാൻഡ് ചെയ്തിരുന്നു. കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ ലഭിക്കുന്ന മുറയ്ക്കനുസരിച്ച് സന്ധ്യയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ സന്ധ്യ എന്തിനാണ് ഇങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നത്, ഇത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിലേക്ക് മുതിർന്നത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരുത്താൻ പോലീസിനായിട്ടില്ല എന്നുള്ളത് ബാക്കി നിൽക്കുകയാണ്. സന്ധ്യയെ കസ്റ്റഡിയിൽ തിരികെ വാങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യം പോലീസിനുള്ളത്. അതേസമയം സന്ധ്യയുടെ ഭർത്താവ് സുഭാഷിനെയും അതുപോലെ സുഭാഷിന്റെ അമ്മയുടെയും കുഞ്ഞിന്റെ ഒരു മൂത്ത കുട്ടി കൂടിയുണ്ട്, കാശി, അവന്റെയും മൊഴി എടുത്തിട്ടുണ്ട് പോലീസ്. നേരത്തെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത എത്തിയിരുന്നു. അതായത് 2 ദിവസത്തിനുള്ളിൽ സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുൻപായി സന്ധ്യയുടെ ബന്ധുക്കളെയും അതുപോലെ ഭർത്തൃ വീട്ടുകാരെയും ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്, അവരുടെ മൊഴി എടുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് പറയുന്നത് 2 കാര്യങ്ങളുണ്ട് മഞ്ജുഷ. ഒന്ന്, സന്ധ്യയുടെ വീട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഗാർഹിക പീഡനം ഉണ്ടായിരുന്നു, അതേപോലെ അതിക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു സന്ധ്യയെന്നും അതായത് കല്യാണം കഴിച്ച ശേഷമാണ് ഇത്തരമൊരു ക്രൂരമായ മാനസികാവസ്ഥയിലേക്ക് സന്ധ്യ വന്നതും ഈ 2 കുഞ്ഞുങ്ങളെ പലപ്പോഴായി കൊല്ലാൻ ശ്രമിച്ചിരുന്നുവെന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സന്ധ്യയുടെ അമ്മ തന്നെ കൊല്ലാൻ എന്നുള്ളതല്ല, ക്രൂരമായി ആക്രമിച്ചിരുന്നു. അതേസമയം ഭർത്തൃ വീട്ടുകാർ നേരത്തെ പറയുന്നത് സന്ധ്യ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നേരത്തെ തന്നെ ഇത്തരം ശ്രമങ്ങൾ നടത്തിയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുക്കുന്നു, ഈ മൂത്ത കുട്ടിയെ ടോർച്ച് കൊണ്ട് തലക്കടിക്കുന്നു, ഇളയ കുട്ടിയുടെ നെഞ്ചിൽ ഇടിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം അറ്റംപ്റ്റുകൾ ആദ്യമല്ല എന്നുള്ളത്. പക്ഷേ നേരത്തെ പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് 3:30 അംഗൻവാടിയിൽ നിന്നും കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന സന്ധ്യ 6 മണിക്കാണ് കുഞ്ഞിനെ മൂഴിക്കുളത്തെ പാലത്തിൽ നിന്നും പുഴയിലേക്ക് എറിയുന്നത്. അതായത് ഈ തീരുമാനം മാറ്റണമെങ്കിൽ 2.5 മണിക്കൂറോളം സന്ധ്യയുടെ മനസ്സിലാണ്. പെട്ടെന്നുണ്ടായിരുന്ന ഒരു ആവേശത്തിൽ സന്ധ്യ ചെയ്തു പോയതല്ല, ഇത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് സന്ധ്യ കുഞ്ഞിനെ കൊല്ലണമെന്ന് ഉറപ്പിച്ചു തന്നെ വന്നതാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തതയുണ്ട്. അത് എന്തിന് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ട. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയെ മാലമോഷ്ടാവാക്കിയതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി സസ്പെൻഷൻ. ബിന്ദുവിനോട് ഏറ്റവും മോശമായി പെരുമാറിയ ASI പ്രസന്നനെയാണ് സസ്പെൻഡ് ചെയ്തത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. പോലീസിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ നടപടി തുടരുകയാണ്. പേരൂർക്കട സ്റ്റേഷനിൽ GD ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രസന്നകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ പാർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയെന്നാണ് പ്രസന്നകുമാറിനെതിരെയുള്ള പ്രധാന കണ്ടെത്തൽ. ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞെന്നുമുള്ള ആരോപണവും പ്രസന്നകുമാറിനെതിരെ യുവതി ഉന്നയിച്ചിരുന്നു. ഇയാളുടെ പെരുമാറ്റം മാന്യമായിരുന്നില്ലെന്നും ചുമതലകളിൽ വീഴ്ച വരുത്തിയെന്നും കന്റോൺമെന്റ് ACയുടെ റിപ്പോർട്ടിലുണ്ട്. പേരൂർക്കട സബ് ഇൻസ്പെക്ടർ പ്രസാദിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവരുൾപ്പെടെ 6 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് യുവതിയുടെ പരാതി. കുടിവെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാൻ പറഞ്ഞെന്നും ആരോപണമുണ്ട്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ തീരുമാനം. യുവതിയെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ പാർപ്പിച്ചതിൽ പേരൂർക്കട പോലീസിന്റെ വീഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നലെ സമ്മതിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ പ്രതികൾ നടത്തിയത് കോടികളുടെ ഇടപാടുകളാണെന്ന് വിജിലൻസ്. കേസ് ഒത്തുതീർപ്പാക്കുന്നതിന്റെ പേരിൽ 30 കോടിയിലേറെ രൂപ പലരിൽ നിന്നായി ഇവർ തട്ടിയെടുത്തെന്നാണ് നിഗമനം. കൈക്കൂലിപ്പണം ഉപയോഗിച്ച് ഇടനിലക്കാർ ഭൂമിയും വീടുകളും വാങ്ങിയെന്ന വിവരവും വിജിലൻസിന് കിട്ടിയിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥനും ഇടനിലക്കാരും ചേർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി വൻതോതിൽ കൈക്കൂലി വാങ്ങിക്കൂട്ടിയതിന്റെ വിവരങ്ങളാണ് വിജിലൻസിന് ലഭിച്ചത്. മുംബൈയിലെ ഒരു കമ്പനിയുടെ അക്കൗണ്ട് മറയാക്കിയാണ് കൈക്കൂലിപ്പണം വെളുപ്പിച്ചത്. ഈ കമ്പനിയെക്കുറിച്ചും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. കേസ് ഒത്തുതീർപ്പാക്കുന്നതിന്റെ പേരിൽ 30 കോടിയിലേറെ രൂപ പലരിൽ നിന്നായി ഇവർ തട്ടിയെടുത്തെന്നാണ് നിഗമനം. 3-ാം പ്രതി മുകേഷ് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര ഭാഗത്ത് ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ വിജിലൻസിന് കിട്ടി. 1-ാം പ്രതിയും ED ഉദ്യോഗസ്ഥനുമായ ശേഖർ കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് വിജിലൻസ് SP ശശിധരൻ പറഞ്ഞു. പരാതിക്കാരൻ്റെ മൊഴിപ്രകാരമാണ് 1-ാം പ്രതിയെ FIRൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്തത്. ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുക. നമ്മളുടെ മുൻപിൽ വന്നിട്ടുള്ള ഒരു കാര്യം, ഒരു പരാതി, അതിൽ ഒരു പ്രിലിമിനറി വെരിഫിക്കേഷൻ നടത്തി ആ പരാതിയിൽ കഴമ്പുണ്ടെന്നുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോയി. അറസ്റ്റിലായ പ്രതികളുടെ ഗാഡ്ജറ്റുകളുടെ ശാസ്ത്രീയ പരിശോധന നടക്കുകയാണ്.
പോലീസ് ഫോറൻസിക് വിഭാഗമാണ് പരിശോധന നടത്തുന്നത്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. 3 പ്രതികളുടെയും വിജിലൻസ് കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. അതിനിടെ ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കും രാഷ്ട്രീയ ഇടപെടലിനുമെതിരെ ഡിവൈഎഫ്ഐ കൊച്ചി ED ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് ജില്ലാ കളക്ടർ നാളെ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകും. വിവിധ വകുപ്പുകൾ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതിനോടകം കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. തീപിടുത്തത്തെക്കുറിച്ച് കോർപ്പറേഷനും ആഭ്യന്തര അന്വേഷണം തുടങ്ങി. തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കോർപ്പറേഷന്റെ ഉള്ളിലേക്ക് ചാടിക്കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു. സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24-ാം തീയതി വരെ മഴ ശക്തമാകുമെന്നും 24-ന് മൺസൂൺ എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ്. വിനോദ്, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതായി വന്നിട്ടുള്ളത്? മഞ്ജുഷ്, 4 ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പുള്ളത്. അതിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഈ കോഴിക്കോട്, വയനാട് ജില്ലകൾ. ഈ സാധാരണ മൺസൂൺ തീയതികളിൽ അത് എത്തുന്ന സമയത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇത്തവണ കുറച്ച് നേരത്തെ മൺസൂൺ ആരംഭിക്കുമെന്ന ഒരു അറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. മെയ് 24-ഓടെ മൺസൂൺ എത്തുമെന്ന് കരുതപ്പെടുന്നു. ആൻഡമാൻ ദ്വീപുകളിൽ മെയ് 13-ന് മൺസൂൺ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 30-ന് മൺസൂൺ എത്തിയിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കാലവർഷം നേരത്തെ എത്തുന്ന വർഷമായിരിക്കും ഇതെന്ന ഒരു കണക്കുകൂട്ടലാണുള്ളത്. അതോടൊപ്പം തന്നെ മെയ് 27-ന് മുൻപ് ഇത്തവണ മഴ എത്തിയാൽ കഴിഞ്ഞ 15 വർഷത്തിലെ ഏറ്റവും നേരത്തെ കാലവർഷം ആരംഭിക്കുന്ന ഒരു സീസൺ കൂടിയായി ഇത് മാറുമെന്ന് വിലയിരുത്തപ്പെടുന്നു. സംസ്ഥാനത്ത് മഴ വരും ദിവസങ്ങളിൽ വ്യാപകമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന പ്രതീക്ഷ അത് നേരത്തെയുള്ള പ്രവചനമായി തന്നെ നിലനിൽക്കുന്നു. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ബുധനാഴ്ച രാവിലെ തുറക്കും. ബാവലി, ഇരട്ടിപ്പുഴകളുടെ ഇരുതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെടാനും അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം അങ്ങനെയെങ്കിൽ എത്തുമെന്നുമുള്ള വിലയിരുത്തലാണുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മണ്ണിടിച്ചിലിൻ്റെ ഒരു സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ അവിടങ്ങളിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. മഞ്ജുഷ്. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ചേർത്തല പൂച്ചാക്കലിലെ ഗേൾസ് ഹോമിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളിൽ ഒരാളെ കണ്ടെത്തി. സൂര്യ അനിൽകുമാറിനെ ഹരിപ്പാട് നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇനി ശിവകാമി എന്ന കുട്ടിയെയാണ് കണ്ടെത്താനുള്ളത്. ദിശ കാരുണ്യ കേന്ദ്രം ഗേൾസ് ഹോം എന്ന സ്വകാര്യ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് 2 പേരെയും ഇന്നലെ മുതൽ കാണാതായത്. ഇവിടെ നിന്ന് 2 പേരും ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ജി സുധാകരൻ, എച്ച് സലാം MLA പരസ്യപ്പോരിൽ ജില്ലയിലെ CPM നേതൃത്വത്തിന് കടുത്ത അസംതൃപ്തി. 2 പേര് നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ പാർട്ടിയെയും സർക്കാരിനെയും പൊതുസമൂഹത്തിന് മുന്നിൽ അവമതിപ്പുണ്ടാക്കുന്നുവെന്ന വിലയിരുത്തലാണ് ഇന്നലെ ചേർന്ന ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. ജി സുധാകരനെതിരെ എച്ച് സലാം FB പോസ്റ്റിലൂടെ നടത്തിയ പരാമർശങ്ങൾക്ക് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കളിൽ നിന്ന് വലിയ വിമർശനമാണ് ഉണ്ടായത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ജി സുധാകരൻ എച്ച് സലാം പോര് അതിന്റെ പാരമ്യത്തിലെത്തിയത്. സ്മാരക പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന കുഞ്ചൻ നമ്പ്യാരുടെ വളരെ പഴക്കം ചെന്ന പ്രതിമയും മറ്റ് സംരക്ഷിത വസ്തുക്കളും പൊളിച്ചുമാറ്റിയെന്നായിരുന്നു ജി സുധാകരന്റെ വിമർശനം. പല പുതിയ നിർമ്മാണങ്ങളുടെയും ഭാഗമായി ആലപ്പുഴ നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മത്സ്യകന്യകയുടെ പ്രതിമയടക്കം കലാകാരന്മാരുടെ പ്രശസ്ത നിർമ്മിതികൾ യാതൊരു പരിഗണനയും കൂടാതെ പൊളിച്ചു മാറ്റപ്പെടുന്നുവെന്ന് ലളിതകലാ അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സുധാകരൻ തുറന്നടിച്ചു. ഇവിടെ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകയുടെ ഉദ്ഘാടനം ചെയ്തത് ഞാൻ പോയില്ല. കാരണം പ്രോപ്പറായിട്ടല്ല ചെയ്തത്. സാംസ്കാരിക കേന്ദ്രം തൊടുമ്പോൾ തൊടുന്ന ഈ നാടിന്റെ ആത്മാവിലാണെന്ന് രാഷ്ട്രീയക്കാരുടെ ബോധം ഉണ്ടാവും. അല്ല ചുമ്മാതെ ലക്ഷണം ഉണ്ടാകും. ഉദ്ഘാടനം ചെയ്തു പോയി മന്ത്രി ഇങ്ങോട്ട് വന്നു ഉദ്ഘാടിച്ചു. അതെയോ എന്തുവാ? ഞാൻ മിനിഞ്ഞാന്ന് പോയി നോക്കി. അത് യുദ്ധക്കളം പോലെ കിടക്കുക.
കുറച്ച് കസേര അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു കസേര ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കസേര വീട് ഇടയ്ക്ക് മാറ്റാൻ ഒക്കത്തില്ല. അവിടെ ഒരു 1967 EMS ഗവൺമെന്റ് കാലത്ത് CH മുഹമ്മദ് ആയിരുന്നു സാംസ്കാരിക വിദ്യാഭ്യാസമന്ത്രി അദ്ദേഹത്തിന്റെ കാലത്ത് പണി ഉദ്ഘാടനം ചെയ്താണ് ഇടിച്ചു പൊളിച്ച് നശിക്കുക. ഇതിനുള്ള മറുപടി 3 ദിവസത്തിനു ശേഷം ജി സുധാകരനെതിരെ പോലീസ് വിവാദ പ്രസംഗത്തിൽ കേസെടുത്തപ്പോഴാണ് എച്ച് സലാം തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന തലക്കെട്ടോടെയായിരുന്നു സലാമിന്റെ സുധാകരനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരക്കേട് വിളിച്ചു പറയരുതെന്നും അനാവശ്യം പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷ അറിയാത്തതുകൊണ്ടല്ലെന്നും അവശേഷിക്കുന്ന ബഹുമാനം കളയരുതെന്നും സലാം കുറിച്ചു. സലാമിന്റെ വിമർശനത്തിനെതിരെ ജി സുധാകരൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. ഒരു വിമർശനമല്ല, ഒരു ആക്ഷേപമാണ്. വിമർശനമൊക്കെ പറയാം. ഇപ്പോൾ കുഞ്ഞൻ നമ്പ്യാർ സ്മാരകത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, അതെന്താ പറയാം. അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, അങ്ങനെ പറയാമല്ലോ. അതല്ലല്ലോ പറഞ്ഞേക്കുന്നത്. വായി തോന്നുന്നു കോതയ്ക്ക് പാട്ട്, മറ്റത് കണ്ടാലും പഠിക്കില്ല, കൊണ്ടാലും എന്തേ പറയുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കൊള്ളുന്നതിൽ എന്തൊരു സന്തോഷമാണ്. സർക്കാർ ജി സുധാകരനെതിരെ കേസെടുക്കാൻ തിടുക്കം കാണിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ MLAയുടെ പോസ്റ്റ് ആ ആരോപണങ്ങൾക്ക് ശക്തി പകർന്നുവെന്ന വിമർശനം കൂടി ഉയർന്നിരുന്നു. വലിയ അവമതിപ്പാണ് ജില്ലയിലെ പാർട്ടി നേതാക്കൾക്കിടയിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയത്. പിന്നാലെയാണ് സർക്കാരിനെതിരെയുള്ള സുധാകരന്റെ വിമർശനങ്ങളും സുധാകരനെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടുള്ള എച്ച് സലാമിന്റെ പ്രതികരണങ്ങളുമൊക്കെ സംസ്ഥാന നേതൃത്വത്തിന്റെ തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ജില്ലയിലെ പാർട്ടി നേതൃത്വം തീരുമാനം കൈക്കൊള്ളുന്നത്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻകൈയെടുത്താണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നതും ശ്രദ്ധേയമാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. നേതൃമാറ്റ വിവാദങ്ങൾക്കിടെ മുൻ KPCC പ്രസിഡന്റ് K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി പുതിയ KPCC നേതൃത്വം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി കൂടിക്കാഴ്ച നടത്തിയത്. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം അടുത്ത ദിവസം ചേരാനിരിക്കെയാണ് ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാനുള്ള മഞ്ഞുരുക്കൽ നീക്കം നടക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന K സുധാകരന്റെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി പുതിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള സംഘം സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയത്. തലസ്ഥാനത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും സണ്ണി ജോസഫിനൊപ്പമുണ്ടായിരുന്നു. അടുത്ത ദിവസം ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ K സുധാകരൻ വീണ്ടും രൂക്ഷ പ്രതികരണം നടത്തിയാൽ പുതിയ നേതൃത്വത്തിനത് തലവേദനയായി മാറുമെന്ന പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് വിവരം. അതേസമയം പാർട്ടി പുനഃസംഘടന പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാനാണ് സുധാകരൻ തന്റെ അനുകൂലികൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം. DCC അധ്യക്ഷന്മാരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കില്ലെന്ന് ദേശീയ നേതൃത്വം നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവകാശവാദം ഉന്നയിക്കാൻ തന്നെയാണ് സുധാകരൻ പക്ഷത്തിന്റെ തീരുമാനം. KPCCയിലെ മാറ്റം വരുത്തുന്ന പദവികളിലേക്കും K സുധാകരൻ പേരുകൾ നിർദ്ദേശിക്കുമെന്നാണ് സൂചന. അതേസമയം സുധാകരന് മുമ്പിൽ കൂടുതൽ വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിലാണ് എതിർചേരി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നും സമാനമായ സമ്മർദ്ദ നീക്കങ്ങൾ ഉണ്ടായാൽ നേതൃത്വത്തിനത് പിന്നീട് തലവേദനയായി മാറുമെന്നാണ് മറുചേരിയുടെ വാദം. അതിനിടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ VM സുധീരനുമായി KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം. പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള സർവകക്ഷി സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് തുടക്കം. JDU നേതാവ് സഞ്ജയ് ഝാ, ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ എന്നിവർ നയിക്കുന്ന സംഘമാണ് ഇന്ന് യാത്ര തിരിക്കുക. സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ആദ്യം ജപ്പാൻ സന്ദർശിക്കും. UAEയിലേക്കാണ് ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം ആദ്യം പോകുന്നത്. DMK നേതാവ് കനിമൊഴി നയിക്കുന്ന സംഘം നാളെ യാത്ര തിരിക്കും. 3 സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശശി തരൂർ, സുപ്രിയ സുലെ, രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ എന്നിവരാണ് മറ്റ് സംഘങ്ങളെ നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് വീണ്ടും നിയമ പോരാട്ടത്തിന്. ദേശീയ വിദ്യാഭ്യാസ നയവും PM ശ്രീയും നടപ്പാക്കാത്തതിന്റെ പേരിൽ കേന്ദ്രം സമഗ്ര ശിക്ഷാ പദ്ധതിയിലെ ഫണ്ടുകൾ തടഞ്ഞുവെക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. സംസ്ഥാനത്തിന് കിട്ടേണ്ട 2291 കോടി രൂപ അനുവദിക്കാൻ ഇടപെടണമെന്നാണ് ഹർജിയിൽ തമിഴ്നാട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായി പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്.